രാജ്യം തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കേസിന്റെ വിധിക്കായി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. അവിടേക്ക് ജഡ്ജി എത്തിയിട്ടുണ്ട്. ഒന്നാം പ്രതി അടക്കമുള്ള 1 മുതൽ 10 വരെയുള്ള പ്രതികൾ അല്പസമയത്തിന് എത്താൻ പോകുന്നു. ദിലീപ് കോതാട് കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. വിജയകുമാർ കൂടിച്ചേരുന്നു. വിജയകുമാർ, ഇത് ജഡ്ജിയുടെ സമീപനം ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചൊഴിഞ്ഞൊരു കേസാണ്. ജഡ്ജിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി ഈ കേസിലെ അതിജീവിത ഇര തന്നെ സുപ്രീം കോടതിയിലേക്ക് പോയൊരു കേസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ ചെസ്റ്റ് ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തുറന്ന് പരിശോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യപ്പെട്ടു എന്ന ആശങ്ക ഉണ്ടായൊരു കേസാണ്. അങ്ങനെ ജുഡീഷ്യറിയിൽ നേർക്കുന്ന ആളുകൾ ചൂണ്ടുവിരലെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച ഒരു കേസ് രാജ്യചരിത്രത്തിൽ തന്നെ മറ്റൊന്നുണ്ടോ എന്ന് അറിയില്ല വിജയകുമാർ. അതുകൊണ്ട് തന്നെ ഈ കേസ് പല അർത്ഥത്തിൽ നിർണായകമാണ്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ പല ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇത്രത്തോളം ജുഡീഷ്യറിയെ പോലും ചോദ്യം ചെയ്ത ഒരു കേസ് ഉണ്ടാകില്ല. ഇതിൽ തെളിവുകൾ കോടതിയിൽ നിന്ന് ചോർന്നു എന്ന അതിഗുരുതരമായ ആരോപണം 2 പ്രോസിക്യൂട്ടർമാർ വിചാരണ കോടതി നീതിയുക്തമായി പെരുമാറുന്നില്ല എന്ന് പറഞ്ഞ് അവർ പദവിയിൽ നിന്നൊഴിഞ്ഞ ഒരു ചരിത്രമുള്ള കേസ്. അങ്ങനെ അതിജീവിത ഒറ്റയ്ക്കും നടത്തിയ നീതിക്ക് വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു വലിയ കേസ്. അങ്ങനെ നമുക്ക് പറയാൻ എത്രത്തോളം സംഭവ പരമ്പരകൾ ഈ കഴിഞ്ഞ 7-7.5 വർഷത്തെ ജുഡീഷ്യറിയുടെ വിചാരണയുടെ ഘട്ടം പരിശോധിച്ചാലുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെയൊക്കെ അതിജീവിച്ച് ഈ കേസ് വിധി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും പ്രതികൾക്കെതിരായ പരമാവധി തെളിവുകൾ വിചാരണ കോടതിക്ക് മുൻപാകെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ വിജയിക്കുകയും അതിലൊരു തർക്കവുമില്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇത്തരം ഒരു കേസിൽ സമാഹരിക്കാവുന്ന തെളിവിന്റെ പരമാവധി അത് കൊണ്ടുവന്നു എന്ന് തന്നെയല്ല, അത് പലതും പ്രതിഭാഗത്തെ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു. അവർക്ക് ഉത്തരം മുട്ടിയ ഘട്ടങ്ങൾ പലതുണ്ട്. കോടതി മുറിക്കകത്തും പുറത്തുമൊക്കെ. കോടതി മുറിക്കകത്ത് നടന്ന് എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ പറ്റില്ല. കാരണം അതിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും അത് വിചാരണ കോടതി അത് രഹസ്യ സ്വഭാവത്തിൽ ചെയ്ത കേസായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അവിടെ നടന്നത്, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രതിഭാഗത്തെ മുൾമുനയിൽ നിർത്താൻ പര്യാപ്തമായ തക്കതായ തെളിവുകൾ വിചാരണ കോടതിക്ക് മുൻപാകെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലൂടെ എങ്ങനെയാണ് വിചാരണ കോടതി വിലയിരുത്തുന്നത് എന്നതാണ് നമ്മൾ ഇനി അടുത്ത മണിക്കൂറിൽ അറിയാൻ പോകുന്നത്. ഒരു സാധാരണക്കാരൻ്റെ സാമാന്യ യുക്തിയല്ല വിചാരണ കോടതിയുടെ മുൻപാകെ വരുന്ന നൈതിക യുക്തി. അതിന് പല പാരാമീറ്ററുകളുണ്ട്, പല അളവുകോലുകളുണ്ട്. അതിലൂടെയാണ് ഒരു കേസ് അത് നിലനിൽക്കുമോ ഇല്ലയോ, ഒരു പ്രതിക്കെതിരായ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് വിചാരണ കോടതി ജഡ്ജ് അത് പറയുന്നത് ആ അളവുകോലിൻ്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു സാമാന്യ മനുഷ്യൻ്റെ, ഒരു കോമൺ പബ്ലിക്കിൻ്റെ അതിവൈകാരിക പ്രകടനങ്ങൾ അപ്പുറത്തേക്ക് കോടതി എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഈ കേസിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ദിലീപിനെതിരെയും 8-ാം പ്രതി ഗൂഢാലോചന നടത്തിയ ദിലീപിനെതിരെയും ചുമത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.